അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ അൽ മന്തിഖ്. അപ്പോൾ ഇൽമുൽ മന്തിഖിൽ നമ്മൾ തസ്ദീഖാത്തിലേക്ക് പ്രവേശിച്ചു. തസ്ദീഖാത്തിൽ നമ്മൾ ഖബർ ഇൻഷാവും പറഞ്ഞു. ആ ഖബർ നമ്മൾ അതിന് വേറൊരു പേര് ഖദിയ്യ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആളെക്കുറിച്ച് സാദിഖാണോ കാദിബാണോ, സത്യം പറയുന്ന ആൾ നുണ പറയുന്ന ആൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അതിന് നമ്മൾ ഖദിയ്യ എന്ന് പറയും. ഖദിയ്യ രണ്ട് ഐറ്റം, ഹംലിയ ഷർത്തിയ, രണ്ടും പറഞ്ഞു. അതിലെ ഹംലിയ എന്ന വിഭാഗത്തിനെ നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അൽ ഹംലിയത്തു, ഹംലിയ എന്ന് പറയുമ്പോൾ ആ ഖദിയ്യനെ നമ്മളൊന്നിങ്ങനെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒരു ഖദിയ്യ, ഏതൊരു ഖദിയ്യക്കും ഒരു മൗലൂഇ, ഒരു മഹ്മൂല് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെയ്ദുൻ ജാലിസുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് ഇരിക്കുന്നവനാണ്. അപ്പോൾ ഒന്ന് സെയ്ദുൻ ജാലിസുൻ എന്ന് പറയുമ്പോൾ സെയ്ദിനെ കുറിച്ച് മൗലൂഇ എന്ന് പറയും. സെയ്ദിനെ കുറിച്ച് മൗലൂഇ എന്ന് പറയും. ജാലിസിനെ കുറിച്ച് മഹ്മൂല് എന്നും പറയും. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ആ ലഫ്ലുമെന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം മൗലൂഇ പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ടത് എന്നാ. ആദ്യം നമ്മൾ സെയ്ദിനെ നിശ്ചയിച്ച് വെക്കുകയാണ്. സെയ്ദ് എന്ന് പറഞ്ഞിട്ട് സെയ്ദിനെ നിശ്ചയിച്ച് വെച്ചിട്ട് അതിനെക്കുറിച്ചാണ് ശേഷമുള്ള കാര്യം പറയാൻ പോകുന്നത്. ആ കാര്യത്തിന് സെയ്ദിൻ്റെ മേലിൽ ഹംല് ചെയ്യാണ്. സെയ്ദിൻ്റെ മേലിൽ നമ്മൾ അവൻ ജാലിസാണ് എന്ന് പറഞ്ഞിട്ട് ജാലിസുൻ എന്നതിനെ നമ്മൾ സെയ്ദിൻ്റെ മേലിൽ ഹംല് ചെയ്യാണ്, അതിൻ്റെ മേലെ ചുമത്താണ്. അപ്പോൾ സെയ്ദിനെ ആദ്യം നിശ്ചയിച്ച് വെച്ചു. സെയ്ദ് അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ എന്താ നമ്മളെ വിഷയം എന്നെങ്കിൽ എന്താ നമ്മളെ മൗലൂഇ എന്നാ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഏതൊന്ന് നിശ്ചയിച്ച് വെച്ചിട്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച, അത് ഏതൊന്നിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ആ നിശ്ചയിച്ച് വെക്കപ്പെട്ട കാര്യം എന്ന അർത്ഥത്തിൽ സെയ്ദിനെ കുറിച്ച് നമ്മൾ മൗലൂഇ എന്ന് പറയും. അപ്പോൾ ഏതൊരു ഖദിയ്യയിലും ഏതിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് മൗലൂഇ എന്ന് പറയും. അപ്പോൾ സെയ്ദ് മൗലൂഇ ആണ്. ഇതിനെക്കുറിച്ച് മഹ്മൂല് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ അതിൻ്റെ മേലിൽ ഹംല് ചെയ്യുന്നത്. അതിനെ നിശ്ചയിച്ചു വെച്ചു, അതിൻ്റെ മേൽ ഇതിനെ ഹംല് ചെയ്തു. അപ്പോൾ ഹംല് ചെയ്യപ്പെട്ടത് മഹ്മൂല്, അത് വിഷയം പറയാൻ നിശ്ചയിച്ചു വെക്കപ്പെട്ടത് മൗലൂഇ. ഈ മൗലൂഇനും മഹ്മൂലിനും നമുക്ക് വേറെയും പേരിടാം. മഹ്കൂമ് അലൈഹി, മഹ്കൂമ് ബിഹി. മഹ്കൂമ് അലൈഹി, അതിൻ്റെ മേലിലാണ് നമ്മൾ ഈ വിധി നടത്താൻ പോണത്. ജാലിസാണ് എന്ന വിധി നടത്താൻ പോണത് സെയ്ദിൻ്റെ മേലിലാണ്. അപ്പോൾ അത് മഹ്കൂമ് അലൈഹിയാണ്, അതിൻ്റെ മേലിലാണ് ഹുക്ം നടത്താൻ പോണത്. ഏത് ഹുക്കുമാണ്, എന്തുകൊണ്ടാണ് അതിൻ്റെ മേലിൽ ഹുക്കം ചെയ്യാൻ പോണത്? ജാലിസുൻ എന്നത് കൊണ്ടാണ് നമ്മൾ, അഥവാ മഹ്മൂല് കൊണ്ടാണ് ഹുക്കം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൗലൂഇന് മഹ്കൂമ് അലൈഹി എന്നും പറയാം, മഹ്മൂലിന് മഹ്കൂമ് ബിഹി എന്നും പറയാം. അതൊക്കെ ആ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. ഇങ്ങനെ നമുക്കൊരു ഖദിയ്യനെ വിശകലനം ചെയ്യാം. ഇനി വേറൊന്നും കൂടി ഉണ്ടാവും. ശരിക്കും നമ്മൾ സെയ്ദുൻ ജാലിസുൻ എന്ന് പറയുമ്പോൾ സെയ്ദുൻ ഹുവ ജാലിസു എന്നാണ് ശരിക്കും ഉള്ളത്. ഒരു ജാലിസിൻ്റെ ഉള്ളിൽ ലമീർ ഉണ്ടാവും. സെയ്ദ് ജാലിസുൻ, അവൻ ഇരിക്കുന്നവനാണെന്നാ. അതൊന്ന് വ്യക്തമാക്കി പറയുമ്പോൾ ഒരു ഹുവ ഉണ്ടാവും. സാധാരണ സംസാരിക്കുമ്പോൾ ആ ഹുവ എടുത്ത് സംസാരിക്കലില്ല എന്നുള്ളൂ. നമ്മളങ്ങനെ സെയ്ദുൻ ജാലിസുൻ എന്നാ പറഞ്ഞ പോലെ. ഈ ഹുവനെ കുറിച്ച് റാബിത്ത് എന്നാ പറയുക. റാബിത്ത എന്നറിയും. റാബിത്ത് അല്ലെങ്കിൽ റാബിത്ത, കലിമത്തുൻ റാബിത്തത്തുൻ. ഈ മൗലൂഇനെയും മഹ്മൂലിനെയും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കുന്ന സാധനം റബത്ത് ചെയ്യുക, കെട്ടുക, ബന്ധിക്കുക. അപ്പോൾ കലിമത്തുൻ റാബിത്തത്തുൻ, ഹുവയാണ് ആ റാബിത്ത. ഈ ഹുവ എന്നുള്ള റാബിത്ത ഇല്ലാതെയും ഖദിയ്യ പറയും, ഉണ്ടായിട്ടും പറയാം. സാധാരണ നമ്മൾ ഇല്ലാതെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഖദിയ്യൻ്റെ 3 ഘടകങ്ങൾ മനസ്സിലാക്കി വെക്കുക: മൗലൂഇ, മഹ്മൂല്, റാബിത്ത. റാബിത്തിനെ കളഞ്ഞിട്ടും പറയും, റാബിത്ത് കൊടുത്തിട്ടും പറയും.
അപ്പോൾ ഒരു ഹംലിയായ ഒരു ഖദിയ്യനെ നമ്മൾ ശരിക്കും അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ പാർട്ടുകളും വിശകലനം ചെയ്തു. ഇനി നമ്മളെ ഹംലിയ ഖദിയ്യൻ്റെ പല തരത്തിലുള്ള ഓരികളും മറ്റും മനസ്സിലാക്കാം. അപ്പോൾ ഹംലിയനെ ഒന്നുകൂടി ചർച്ചയ്ക്ക് എടുക്കുക. നമ്മളൊരു ഖദിയ്യ പറയുമ്പോൾ ഒരു 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 കാര്യം ഹുക്കുമോട് കൂടെ ഒരു കാര്യം സംസാരിക്കാണല്ലോ. അതന്നെ ഏത് കാര്യം? ആ കാര്യം പറയുന്ന ആളെക്കുറിച്ച് ഒരു കളവ് പറയുന്നവനാണ്, ഒരു സത്യം പറയുന്നവനാണ് പറയത്തക്ക കാര്യം. നീ ഇരിക്കടാ, നിൽക്ക്, ചാട്, ഓട് എന്നൊരാൾ പറഞ്ഞാലോ ഒന്ന് ഉണ പറഞ്ഞ് സത്യം പറഞ്ഞ് പറയില്ല. അപ്പം അങ്ങനത്തെ അല്ലാത്ത കാര്യം. അങ്ങനെ പറയുന്ന ഒരു കാര്യം ഒരു വ്യക്തിയെക്കുറിച്ചാവാം, വ്യക്തികളെക്കുറിച്ചാവാം, ഒരു വ്യക്തികളിലേക്ക് നോക്കാതെ സംസാരിക്കുന്നതും ആവാം. ഇല്ലേ? ഇപ്പോൾ സെയ്ദിനെ കുറിച്ച്, ജമാലിനെ കുറിച്ച്, ഷാമിലിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ കുറിച്ച് മുഅയ്യന നിജമായ ഒരാളെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഖദിയ്യക്ക് നമുക്ക് എന്ത് പേരിടാം? ഒരു ഷഖ്സിനെ കുറിച്ചായതുകൊണ്ട് ഷഖ്സിയ എന്ന് പേരിടാം. അപ്പോൾ ഹംലിയ ഖദിയ്യ നമുക്ക് ഷഖ്സിയ എന്നൊരു വിഭാഗമാക്കാം. ഷഖ്സിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, നിജമായ ഒന്നിനെക്കുറിച്ച്, ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഷഖ്സിയ. സെയ്ദുൻ ജാലിസുൻ എന്ന് പറഞ്ഞാൽ അതൊരു ഷഖ്സിയായ ഖദിയ്യാണ്. അതൊരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഷഖ്സിയ അല്ലാതെ സംസാരിക്കുന്നതും ഉണ്ടാവാം. മഹസൂറ വ്യക്തികളെ കുറിച്ചാണ് സംസാരിക്കുക. വ്യക്തികളെക്കുറിച്ച് എല്ലാവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും, ആ വ്യക്തികൾ ചിലരെ കുറിച്ച് സംസാരിക്കുന്നതും ഉണ്ടാവും. അപ്പോൾ മഹസൂറ ഹസർ ഉണ്ടാവും. എല്ലാവരും എന്നൊരു ഹസർ അല്ലെങ്കിൽ കുറച്ചാൾക്കാർ എന്നുള്ള ഒരു ഹസർ ഉള്ളത് മഹസൂറ ഖദിയ്യ എന്ന് പറയും. അതിന് നമുക്ക് ശരിക്കും രണ്ടാക്കാം. കുല്ലിയ, കുല്ലിയ, ജുസ്ഇയ. വ്യക്തികളെ കുറിച്ചുള്ള അതിൽ ആളുകളെ കുറിച്ച്, അംഗങ്ങളെ കുറിച്ച് സംസാരം ഉണ്ടാവും. അതിലെല്ലാ ആളുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുല്ലിയ എന്നറിയാം. കുറച്ചാളുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ജുസ്ഇയ എന്നറിയാം. ഇപ്പോൾ കുല്ലിയൊക്കെ നമുക്ക് കുല്ലു ഇൻസാനിൻ കാത്തിബുൻ. മനുഷ്യന്മാരൊക്കെ എഴുതുമല്ലോ, എഴുതുന്ന പറയാൻ എഴുതാനുള്ള ശേഷി എല്ലാ മനുഷ്യന്മാർക്കുണ്ടല്ലോ. അതുകൊണ്ട് എഴുതിയിട്ടില്ലെങ്കിലും എഴുത്ത് എന്ന കല എപ്പോഴും പഠിക്കാവും, എപ്പോഴും സ്വീകരിക്കാവും ചെയ്യുന്ന ഒരു ശേഷി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അപ്പോൾ കുല്ലു ഇൻസാനിൻ കാത്തിബുൻ എന്ന് പറഞ്ഞാൽ ഇൻസാൻ എന്ന് പറയാൻ പറ്റുന്ന ഓരോ വ്യക്തികളും എല്ലാവരും കാത്തിബാണ്. അപ്പോൾ കുല്ലിയാണ്. ഒരു വ്യക്തിയെക്കുറിച്ചല്ല, അതിലുള്ള ആ വിഭാഗത്തിലുള്ള അംഗങ്ങളെ കുറിച്ചാണ് സംസാരം. അഫ്രാദിനെ കുറിച്ചാണ്, അഫ്രാദിനെ മുഴുവനും പറയുന്നു. അതുകൊണ്ട് മഹസൂറയിൽ കുല്ലിയായ ഖദിയ്യാണ് കുല്ലു ഇൻസാൻ കാത്തിബ് എന്ന് പറയും. എന്നാൽ ജുസ്ഇയ്യ പറഞ്ഞാൽ കുറച്ചാൾക്കാരെ പറ്റി. ബഅദുൽ ഇൻസാനി അബിയളു, ചില മനുഷ്യന്മാർ വെളുത്തിട്ടാണ്. എല്ലാ മനുഷ്യന്മാരെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്, കുറച്ച് ആൾക്കാരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പറയാ? ജുസ്ഇയ്യ ഖദിയ്യ എന്ന് പറയാം. അപ്പോൾ ഷഖ്സിയ്യ, മഹസൂറ, കുല്ലിയ, ജുസ്ഇയ്യ. എന്നാൽ ഇങ്ങനെ ഒരു മുഴുവൻ എന്നോ കുറച്ച് എന്നോ പറയാതെ ഒരു വിഭാഗത്തെ കുറിച്ച് പറയാം. ആളുകളെ കുറിച്ചും വ്യക്തികളെ കുറിച്ച് തന്നെ പറയണത്. പക്ഷെ മുഴുവനും പറയണില്ല, കുറച്ചൊന്നും പറയണില്ല, അങ്ങനെയും പറയാം. അതിന് മുഹമ്മല എന്ന് പറയാം. വേണ്ട താഴ്ത്തി കൊടുക്കും. മുഹമ്മല എന്ന് പറഞ്ഞാൽ അതിൽ ഉപേക്ഷിക്കപ്പെട്ടു, ഇഹ്മാല് ചെയ്യപ്പെട്ടു. എന്ത് ഇഹ്മാല് ചെയ്യപ്പെട്ടു? കുല്ല് എന്നോ ബഅദോ എന്നുള്ള കുറച്ചാളെ പറ്റിയില്ല, കൂടുതൽ ആളെ പറ്റി എന്നുള്ള ആ പരാമർശം ഒഴിവാക്കി. മുഹമ്മല. ഉദാഹരണം അൽ ഇൻസാനു. അൽ ഇൻസാനു കാത്തിബ് എന്ന് പറഞ്ഞുള്ളൂ. കുല്ലു ഇൻസാൻ എന്നും പറഞ്ഞില്ല, ബഅദുൽ ഇൻസാൻ എന്നൊന്നും പറഞ്ഞില്ല.
അൽ ഇൻസാനു കാത്തിബ്. പറയുന്ന അറിവിൽ അൽ ഇൻസാനു കാത്തിബ് എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിലുള്ള ഓരോ വ്യക്തികളും അല്ലെങ്കിൽ കുറച്ചാളെ കൂടുതലാണെന്ന് പറയാതെ ഇൻസാൻ എന്ന് പറയാൻ പറ്റുന്നവരോ കാത്തിബാണ് എന്നുള്ള ഒക്കെയെന്നോ കുറച്ചെന്നോ പറയാതെ പറയണം. ഇൻസാന് കാത്തിബ് മുഹമ്മലാണ്. കുല്ലുന്നോ ബാദൊന്നും ഇല്ലാത്തത് കൊണ്ട് മുഹമ്മല. പിന്നെ വേറെ ഐറ്റം നമ്മൾ വേറെ ഉദാഹരണം എടുക്കാം. അൽ ഇൻസാനു നൗഉൻ. അൽ ഇൻസാനു നൗഉൻ എന്നുള്ളതും അൽ ഇൻസാനു കാത്തിബ് എന്നുള്ളതും വ്യത്യാസമില്ലേ? അൽ ഇൻസാനു നൗഉൻ എന്നുള്ളതും അൽ ഇൻസാനു കാത്തിബ് എന്നുള്ളതും വ്യത്യാസം. അൽ ഇൻസാനു നൗഉൻ എന്ന് പറയുമ്പോൾ അത് ഇൻസാനിൽ പറഞ്ഞ വ്യക്തികളുടെ മേലിൽ പറയാൻ പറ്റിയ കാര്യമാണ്. അല്ല, കാത്തിബ് എന്ന് പറയുമ്പോൾ അൽ ഇൻസാനു നൗഉൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് സെയ്ദ് നൗആണ്, അംർ നൗആണ്, ബക്കർ നൗആണ്, ഖാലിദ് നൗആണ് എന്ന് പറയാൻ പറ്റില്ല. ഇൻസാൻ എന്നുള്ള വിഭാഗം, ആ ഇൻസാൻ എന്നത്, ഇൻസാൻ എന്ന ഹക്കീക്കത്ത്, ആ ത്വബീഅത്ത്, അഫ്രാദല്ല, അതിൻ്റെ വ്യക്തികളെ കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ത്വബഇയ്യ എന്നതിന് പേര്. ത്വബീഅത്തിനെ കുറിച്ച്, ഹക്കീക്കത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ത്വബഇയ്യ. അതിൽ അഫ്രാദുകളിലെ വ്യക്തികളിലേക്ക് നോക്കിയിട്ടുള്ള സംസാരം. അൽ ഇൻസാനു നൗഉൻ. ഇൻസാന് എന്ന് നമ്മൾ പറയുന്നത് നൗഉൻ, നൗആണ്, ജിൻസല്ല, നൗആണ്. നമ്മൾ നൗഇ ജിൻസ് എന്ന് മുമ്പ് പഠിച്ചിരുന്നു. അപ്പം അൽ ഇൻസാനു നൗഉൻ എന്ന് പറയുമ്പോൾ വ്യക്തികളിലേക്കല്ല ചർച്ച പോണത്. അൽ ഇൻസാനു കാത്തിബ് എന്ന് പറയുമ്പോൾ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഇൻസാൻ എന്ന് പറയുന്നത് സെയ്ദിനെ കുറിച്ച് കാത്തിബ് എന്ന് പറയാം, അമ്രിനെ കുറിച്ച് കാത്തിബ് എന്ന് പറയാം. പക്ഷേ അൽ ഇൻസാൻ നൗഉൻ എന്ന് പറഞ്ഞോടത്ത് സെയ്ദിനെ കുറിച്ചോ അമ്രിനെ കുറിച്ചോ നൗഇ എന്ന് പറയാൻ പറ്റുമോ? നൗഇ ജിൻസ് എന്നൊക്കെ പറഞ്ഞത് ആ ഒരു മാന ആശയത്തെ കുറിച്ച് പറയാൻ പറ്റിയ സംഗതിയാണ്, വ്യക്തികളെ കുറിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ പരാമർശത്തിലില്ല, ഹക്കീക്കത്തിനെ കുറിച്ചുള്ള പരാമർശം. ആ ഒരു എന്താ പറയുക, ഹക്കീക്കത്ത്, ആ ത്വബീഅത്ത്, അതിനെക്കുറിച്ചാണ് സംസാരം. അതുകൊണ്ട് തന്നെ അതിന് പേരെന്താക്കി? ത്വബഇയ്യ എന്നാക്കിയതിൻ്റെ പേര്. അപ്പം നമ്മൾ ഖദിയ്യൻ എന്താക്കുക? ഷഖ്സിയ്യ, മഅസൂറ, മഅസൂറിന് കുല്ലിയ്യ, ജുസിയ്യ, മുഹ്മല, ത്വബഇയ്യ. ഷഖ്സിയ്യ, മഅസൂറ, മുഹ്മല, ത്വബഇയ്യ, ഇങ്ങനെ 4 ഐറ്റാക്കിയിട്ട് ഖദിയ്യകൾ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ വേർതിരിച്ച് ഓരോ ഖദിയ്യകളും ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്കിഞ്ഞ് തസ്ദീഖിൻ്റെ നമ്മുടെ മനസ്സിൽ അറിയാവുന്ന ഹുക്കുമോട് കൂടെയുള്ള കാര്യങ്ങൾ പരസ്പരം ചേർത്ത് വെച്ച് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് പ്രവേശിക്കാൻ. ആ പ്രവേശിക്കുമ്പോൾ ഇനി നമ്മൾ എന്താ പറയുള്ളൂ, അതൊരു ഖദിയ്യ, ഒരു ഷഖ്സിയ്യ ഖദിയ്യാണ് കേട്ടോ, അതൊരു കുല്ലിയ്യ ഖദിയ്യാണ്, അതൊരു ജുസിയ്യ ഖദിയ്യാണ്. അവിടെ ഒരു കുല്ലിയ്യ ഖദിയ്യ കൊടുത്താളെ, അവിടെ ജുസിയ്യ ഖദിയ്യ കൊടുത്താളെ എന്ന് പറയുമ്പോൾ അന്തം വിട്ടിരിക്കരുത്. അതിനാണ് ആദ്യം ഓരോന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ താരീഫിനെ പറ്റി പറഞ്ഞു കൊടുത്ത് നമ്മൾ ആദ്യം ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൗഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖാസ് എന്താണ്, ആം എന്താണ്, ഫസ്ൽ എന്താണ്, കരീബ് എന്താണ്, ബഈദ് എന്താണ്, ഇതൊക്കെ ആദ്യം ഇങ്ങനെ പഠിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് താരീഫ് പറയുമ്പോൾ പറഞ്ഞു അതിൽ ജിൻസും കരീബും ഫസ്ലും കൂട്ടണം, അപ്പോഴേ ഹദ് താമാവുള്ളൂ. പിന്നെ ജിൻസ് ബഈദും ഫസ്ലും ആണെങ്കിൽ ഇങ്ങനെ, ഫസ്ൽ മാത്രമാണെങ്കിൽ ഇങ്ങനെ, പിന്നെ ദാത്തിയ ഘടകങ്ങളൊന്നും അല്ല, പിന്നെ അടിസ്ഥാന ഘടകങ്ങളല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ അതിൽ ഹാസ് ആണെങ്കിൽ ഇങ്ങനെ, ആറിൽ ആമാകുമ്പോൾ ഇങ്ങനെ, പിന്നെ ഹാസയോട് കൂടെ വേറൊന്ന് കൂടിയാൽ ഇങ്ങനെ, എല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം ഓരോന്നോരോ പറഞ്ഞു വെച്ചിട്ടാണ്. അതേപോലെ ഖദിയ്യനെ കുറിച്ച് തന്നെ ഓരോ പാർട്ടികൾ ആദ്യം പറഞ്ഞു വെച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മളിന്ന് ഒന്നിച്ചിങ്ങനെ കൂട്ടി പറയുമ്പോൾ ഇതിൽ കൂട്ടിക്കാളെ അത് ചേർത്താളെ കുല്ലിയ ഖദിയ്യാണ് പറയുന്നത്, ജുസിയ ഖദിയ്യാണ് പറയുന്നത്, അല്ലെങ്കിൽ കുല്ലിയും ജുസിയാണ് കൂട്ടേണ്ടത്, 2 കുല്ലിയാണ് കൂട്ടേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്യും. ഇനി മൊത്തത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയപ്പെട്ട എല്ലാ വകുപ്പും നമുക്ക് 2ലേക്ക് തിരിക്കാം. എല്ലാം മൊത്തം മൂജബ, സാലിബ. മൂജബ, സാലിബ എന്നതെല്ലതും ഷഖ്സിയാലും വേണ്ടില്ല, മഅസൂറായാലും വേണ്ടില്ല, പിന്നെ മുഹമ്മലായാലും വേണ്ടില്ല, ത്വബിയായാലും വേണ്ടില്ല. മൂജബ, സാലിബ. എന്താ മൂജബ സാലിബ പറഞ്ഞാൽ? മൂജബ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ സംഭവിപ്പിക്കുകയാണ്, അതുണ്ട്. ഒരു കാര്യത്തിന് ഈഖായ് ചെയ്യുക എന്ന് പറയും, ഈഖായ് ചെയ്യുക, ആ കാര്യത്തിൻ്റെ വുഖൂഇനെ പറ്റി ഉണ്ട് എന്നതിനെ കുറിച്ച് സംസാരിക്കുക. മറ്റേതിനെ കുറിച്ച് ഇന്തിസായ് എന്നാ പറയാം. മൂജബയിൽ ഈഖാണ് ഉണ്ടാവുക, ഈഖായ്. ഇതിലെന്താ ഉണ്ടാവുക? ഇന്തിസായ ഉണ്ടാവുക, ഊരാണ്. അതായത് സെയ്ദ് ജാലിസ് അല്ല, സെയ്ദ് ജാലിസ് അല്ല. അപ്പോൾ സെയ്ദിനെ നമ്മൾ എന്താക്കാണ്, ഈ ജുലൂസിനെ അല്ലെങ്കിൽ ജാലിസാകുക എന്നെല്ലാം സെയ്ദിൻ്റെ ഊരിയെടുക്കുക, അങ്ങനെ അല്ല എന്ന് പറഞ്ഞത്. മറ്റേ നമ്മൾ ജാലിസിനെ സെയ്ദിൻ്റെ മേലിൽ ഈഖായ് ചെയ്യുക, സംഭവിപ്പിക്കുകയാണ്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈഖായ് ചെയ്യുന്ന ഖദിയ്യകളൊക്കെ മൂജബ. ആ മൂജബ എന്ന് പറഞ്ഞതിന് അർത്ഥം മൂജബ, ഉജൂബ്, സ്ഥിരത, സ്ഥിരപ്പെടുത്തപ്പെടുന്നത്, സാലിബ, സെൽബ്, നിഷേധിക്കുന്നത്, ഇല്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം.
മറ്റും കൂടി കൂട്ടി മനസ്സിലാക്കിയാൽ പരാമർശങ്ങൾ പിന്നെ മന്ദിക്കിൻ്റെ കിതാബുകളിലൊക്കെ വരും, മീക്കായ് ഇന്തിസാ പരാമർശങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ മൂജബി സാലിബ്. ഇനി നമുക്ക് ആ ഖദിയ ഷഖ്സിയ മൂജബാണ്, ആ ഖദിയ മഹസൂറ കുല്ലിയ മൂജബാണ്, ജുസ്ഇയ മൂജബാണ്, അല്ലെങ്കിൽ മഹസൂറ കുല്ലിയ സാലിബാണ്, മുഹമ്മല മൂജബാണ്, മുഹമ്മല സാലിബാണ്, തൊബഇയ മൂജബ ഖദിയാണ്, തൊബഇയ സാലിബ ഖദിയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ചകളിൽ അങ്ങനെയൊക്കെ കാര്യം പറയാം. ഒരു കുല്ലിയ മൂജബ ഖദിയ കൊടുത്താളെ, ഒരു ജുസിയ മൂജബ ഖദിയ കൊടുത്താളെ, ആ ഖദിയ മുഹമ്മലുണ്ട, ആ ഖദിയ മഹസൂർ അല്ല, ആ ഖദിയ തൊബഇയാണ്, അതിൽ അഫ്രാദിന് ചർച്ചയില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഖദിയ പിന്നെ ഹംലിയ ഷർത്തിയ, ആ ഹംലിയനെ പല ഐറ്റങ്ങളാക്കിയിട്ട് ഈ പറഞ്ഞ ഓരോ ഐറ്റങ്ങളിലേക്ക് തിരിച്ചു വേറെ വേറെ മനസ്സിലാക്കി വെച്ചു. ഈ പാഠം നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അത് മനസ്സിൽ ശരിക്കും ക്ലിയർ ആക്കിയതിന് ശേഷം വേണം അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അത് റെഡിയാക്കുക.